അക്ഷിതിനാണെങ്കിൽ പോലും പ്രൈസിന് ഫസ്റ്റ് കിട്ടണമെന്നോ സെക്കൻഡ് കിട്ടണമെന്നോ തേർഡ് അങ്ങനെ ഒന്നുമില്ല. തലയെടുത്ത് കയ്യിൽ കൊടുക്കും. ജില്ലയിൽ നമുക്ക് ഒരാൾ പോകുന്നുള്ളതുകൊണ്ട് എന്നും പ്രശ്നമാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൈസ് കിട്ടിയാലും നമ്മൾ അംഗീകരിക്കും. കുടിയിരിക്കും അൻപാന അരിശീരുകളെ மற்றும் ഒരു വീട്ടിലിരിക്കും കുട്ടി കുട്ടി നண்பர்களെ എല്ലാവർക്കുമേ വണക്കം. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത്രയും വിഷയം ഉണ്ടാക്കണ പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുറന്നു പറഞ്ഞെങ്കിൽ രക്ഷകർത്താവും പഠിപ്പിക്കുന്ന അധ്യാപകരും പേരൻസും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതിൽ ചെറിയൊരു പങ്കുണ്ട്. കാര്യം ഞാൻ പഠിച്ചത് മാത്രമാണ് നല്ലത്, ഞാൻ പഠിപ്പിച്ച മറ്റുള്ള കുട്ടികൾ അപ്പം അവനെ ഇപ്പം ആയിരിക്കും പറഞ്ഞല്ലപ്പാ എന്ത് വേടാ എന്ത് അപ്പം എന്ത് നേരാത്ത ഞാൻ വല്ലതും ചെയ്യും അപ്പം മെത്തൊരു പെണ്ണല്ലപ്പാ. അപ്പൊ നമ്മൾ രക്ഷകർത്താവും ഈ പഠിപ്പിക്കുന്നവരും കൂടെ ഒരുവിധം കുട്ടികളെ സമാധാനിപ്പിച്ചെങ്കിൽ അടിയെല്ലാം ഒരുവിധം ഒഴിവാകും. ചാറ്റിംഗ് അവസാനിപ്പിക്കൂ എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന ചാത്തറാണോ യഥാർത്ഥ ചീറ്റർ? സ്കൂളിനെ പ്രതിനിധിച്ചാണ് നമ്മൾ പോകുന്നത്. വിദ്യാർത്ഥികളെപ്പോഴും സ്കൂളിനെ അല്ലെങ്കിൽ കോളേജുകളെ പ്രതിനിധിച്ചാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിലെ അധ്യാപകർക്ക് ഇതിലൊരു പങ്ക് വേണം. കാര്യം ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞ് എൻ്റെ സ്റ്റുഡൻറ്റിനെ കൊണ്ട് പോകണമെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പോയി വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കണം. അതിലൊരു തീർപ്പാകുമ്പോൾ സ്കൂൾ വഴി പോകണം. ഞാൻ പഠിപ്പിക്കണ എന്നെ അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ കഴിയില്ല. നമസ്കാരം, ഞാൻ ഉദയൻ കലാനികേതൻ. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതന്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളത് യുവജനോത്സവ വേദിയിൽ മിമിക്രി രംഗത്ത് അനുകരണ കലയിലൂടെ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രൊഫസർ വിദ്യാർത്ഥിയായ അക്ഷിതിന്റെ ഗുരുനാഥൻ കേരള സർവകലാശാല ജീവനക്കാരനായ നിതിനുമാണ് ഞങ്ങളോടൊപ്പം ചേരുന്നത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. അക്ഷിത്, സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? സുഖമാണ്. ഈ വർഷത്തെ യുവജനോത്സവ വേദിയിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയ, ആരും പ്രതീക്ഷിക്കാത്ത, ആരും സ്വപ്നം കാണാത്ത കുറെ സംഭവങ്ങളാണ് അക്ഷിത് വേദിയിലേക്ക് കൊണ്ടുവന്നത്. അത് ഒരുപാട് അഭിപ്രായങ്ങളും ഒത്തിരി പ്രേക്ഷകർക്ക് അറിയാൻ അതിലൂടെ സാധിച്ചു. എന്തായിരുന്നു ആ വേദിയിൽ അല്ലെങ്കിൽ മോൻ പ്രോഗ്രാം ചെയ്ത അതൊന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ ചെയ്തു കൊടുത്തതെന്ന്? നമുക്ക് ഈ പാശ്ചാത്യ സംസ്കാരം ഈ വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ വന്നിട്ട് എന്താണ് വ്യത്യാസം വരുന്നത് നമുക്കൊന്ന് നോക്കാം. എന്നാൽ ഈ മംഗളകർമ്മങ്ങളിലും പാശ്ചാത്യ സംഗീതത്തിന്റെയും എയുടെയും കടന്നുവരവ് എങ്ങനെയാണ്? നമുക്ക് തലയെടുത്ത് കയ്യിൽ കൊടുക്കും. നരയുള്ളവരുടെ കാലിൽ വീഴൂ. പൂക്കളെടുത്ത് മണ്ടകെറിയോ. ദക്ഷിണയുള്ളത് ചീപ്പേ ചെയ്യൂ. സൂപ്പർ. അടുത്തത് നമുക്ക് ഈ ആക്ടേഴ്സ്, അതായത് നമുക്ക് പ്രിയപ്പെട്ട ആക്ടേഴ്സ്, നമ്മൾ ഇതിനെപ്പറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയ മെറ്റയെ കുറിച്ച് പറയും. നമുക്ക് കേട്ടോ. എണ്ണഞ്ച് കുടിയിരിക്കും അൻപാന അരിശീരുകളെ மற்றும் ஒரு வீட்டிலிருக்கும் குட்டி குட்டி நண்பர்களே எல்லாருக்குமே வணக்கம். வாட்ஸ்அப்பில் புதிய ஃபீச்சர் இறங்கி இருக்கு. மெட்டா நான் யூஸ் பண்ணி பார்த்தாச்சு. நல்ல அப்ளிகேஷன் தான், எல்லா மக்களும் யூஸ் பண்ணி பார்க்குங்க, എൻജോയ് பண்ணுங்க. ഇനി അടുത്ത് നമുക്ക് ജാഫർ ഡിഗ്രി കേട്ടോ. സാറേ, ഞാൻ ജാഫർ ഡിഗ്രി പാട്ട് ഒരു ഫീച്ചറുണ്ട്. മെറ്റാമ പറഞ്ഞേക്കണേ, അത് എന്താ വിചാരം ഉത്തരം കേട്ടു. അപ്പിച്ചോണ്ടേ ജാഫർ ഡിഗ്രി ഇപ്പം കിട്ടും ഉത്തരം. നമുക്ക് ദുൽഖർ പറയുന്ന അടിപൊളി, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദുൽഖർ സൽമാൻ പറയുന്ന അപ്പ അവനെ ഇപ്പം ആയിരിക്കും പറഞ്ഞല്ലപ്പാ എന്ത് വേടാ എന്ത് അപ്പം എന്ത് നേരാത്ത ഞാൻ വല്ലതും ചെയ്യും. അപ്പ മെത്തൊരു പെണ്ണല്ലപ്പാ റോബോട്ടെ, നമ്മൾ തമ്മിൽ അവിഹിതല്ലപ്പാ. അടിപൊളി, സൂപ്പർ. ഇനി നമുക്ക് ഇന്ദ്രൻസ് പുള്ളിക്കാരൻ പറയാൻ നമുക്ക് നോക്കാം. മറ്റൊരുമായുള്ള ഓരോ ചാറ്റിങ്ങിന് ശേഷവും ഞാൻ 1-2 ദിവസം അവധിയെടുക്കും. ചാറ്റിംഗ് അവസാനിപ്പിക്കൂ എന്ന് ഇരകളെ വിശ്വസിപ്പിക്കുന്ന ചാത്തറാണോ യഥാർത്ഥ ചീറ്റർ? അടിപൊളി.
പക്ഷേ ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് പോലെ തന്നെയാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടും. ഇപ്പോൾ 10th അവിടെ സ്കൂളിലാണ് പഠിച്ചത്, സാവു സാറാണ് നല്ലത്. അത് കഴിഞ്ഞിട്ടാണ് ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിൽ പഠിക്കാൻ പോയത്. ഈ 2 സ്കൂളിൽ നിന്നും കിട്ടിയ പ്രചോദനം അല്ലെങ്കിൽ കലാപരമായിട്ടും പഠന സംബന്ധമായിട്ടൊക്കെ 2 സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രചോദനമൊക്കെ എങ്ങനെയായിരുന്നു? അധ്യാപകരും മറ്റ് സഹപാഠികളെല്ലാവരും എല്ലാവരും കൂട്ടുകാർ പറയുന്ന പോലെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാവരും എൻ്റെ ഞാൻ വിജയിച്ച് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച എൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ടായിരുന്നു. ഒരു ബിഗ് സല്യൂട്ട് നമുക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സും ഇപ്പം സ്കൂളിൽ ചെന്നപ്പോഴും അവിടെ നിന്ന് ഇപ്പോൾ മൈക്ക് വന്നിട്ട് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തിട്ട് വന്നാൽ മതി, ഇവിടെ സ്കൂളിൽ ആവശ്യമുണ്ട്, ചിലപ്പം മറ്റേത് കംപ്ലൈൻ്റ് ആയി പോവാണെങ്കിൽ സ്പെയർ വെച്ചേക്കുന്നതാണ്, എന്നാലും നിങ്ങൾ കൊണ്ടുപോയി പ്രാക്ടീസ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ ഇതാണ് നമ്മളെ ആവശ്യം എന്ന് പറഞ്ഞ് തന്നതാണ് ബോയ്സ് സ്കൂളിൽ നിന്നൊക്കെ. അതുപോലെ തന്നെ അവനശ്ശേരി സ്കൂളിൽ നിന്ന് അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ വർഷം എല്ലാ കാര്യത്തിനും സാബു സാർ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്നത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാബു സാറ്. അപ്പൊ ഈ സ്റ്റേറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു സന്തോഷം, ഒരു ആഹ്ലാദമൊക്കെ എങ്ങനെയായിരുന്നു? സ്റ്റേറ്റിൽ പോയിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്. ഇനി പോയിട്ട് വേണം അതൊക്കെ കാണാനായിട്ട്, അവരുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ. നമ്മളെ പ്രിയപ്പെട്ട രാധാകൃഷ്ണ കുന്നുപ്ര സാറ് വലിയൊരു സപ്പോർട്ടല്ലേ? തന്നെ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാ കാര്യത്തിനും സാറ് നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ പോകാനായിട്ട് ഈ വർഷം പോയപ്പോഴും സാറ് നമ്മുടെ കൂടെയാണ് വന്നത്. അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാനും എല്ലാത്തിനും സാറുണ്ടായിരുന്നു. അക്ഷയത്തെ പോലെ എത്രാമത്തെ വയസ്സിലാണ് അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു കലാരംഗത്തേക്ക് വരുന്നത്? ഞാൻ ആദ്യം വരുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് അമ്മ പറഞ്ഞിട്ട് ഞാൻ സ്റ്റേജിലോട്ട് കയറുന്നത്. മൈക്കിന്റെ ഫ്രണ്ടിൽ ആദ്യമായിട്ടാണ് അമ്മ പറഞ്ഞിട്ടാണ്, അമ്മയുടെ ഒരു പ്രചോദനം പറഞ്ഞിട്ടാണ് ചെയ്തത്. ആദ്യമായിട്ട് 5ാം ക്ലാസ്സിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കന്ന് ഈ കലോത്സവത്തില് മിമിക്രി ഇല്ലല്ലോ, UP കലോത്സവം ഇല്ല. അപ്പം ഹൈസ്കൂളിലെത്തിയപ്പോഴാണ് ആദ്യമായിട്ട് ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്ന് അമ്മ പറഞ്ഞിട്ടാണ് ചെയ്തത്. അങ്ങനെ അന്ന് ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ പരിപാടി ചെയ്യുന്നത്, കലോത്സവത്തിലോട്ട് വരുന്നത്. പിന്നെ സ്റ്റേറ്റിലോട്ടൊക്കെ വരുന്ന ആ സമയത്ത് എത്ര ക്ലാസ് പഠിക്കും? ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം നമ്മൾ സ്വന്തമായിട്ട് ഞാനും അമ്മയും കൂടെ നിന്നിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അന്ന് നമ്മുടെ കുന്നുംപുറം അങ്കിളിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടൊക്കെയാണ് അന്നൊരു കഥ പോലെ ആക്കിയാണ് നമ്മൾ ചെയ്തത്. പിന്നെ സ്റ്റേജ് ചെയ്യാനുള്ള അന്ന് നമ്മൾ ട്രെയിനറെ നോക്കി വരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞു തന്ന എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് പഠിപ്പിച്ചിരുന്നത്. ചേട്ടൻ്റെ പേര് നിതിൻ എന്നാണ്. അപ്പം അങ്ങനെയാണ് ചേട്ടനെ പരിചയപ്പെട്ടത്. നിതിൻ മാഷിന്റെ ഒരു നിതിൻ മാഷാണ് മോനെ കൈ പിടിച്ച് അടുത്തൊരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ നിതിൻ മാഷിനെ കൂടി നമുക്ക് ഈ വേദിയിലേക്ക് തീർച്ചയായും ഉൾപ്പെടുത്തണം. സാറിനെ കൂടി നമ്മൾ ക്ഷണിക്കാം. അപ്പോൾ ഇതാണ് അക്ഷതിന്റെ ഗുരുനാഥൻ. അക്ഷതിനെ ഈ നിലയിൽ അല്ലെങ്കിൽ ഇവിടം വരെ എത്തിച്ചതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നിതിൻ മാഷാണ്. നമസ്കാരം. നമസ്കാരം. അക്ഷതിനെ നേരത്തെ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥം ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ഇവന്റെ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും ഒരു AI സാങ്കേതിക മുന്നോട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കുമെന്ന് പറഞ്ഞ സത്യം ഞാൻ അത് ആരും ചിന്തിക്കാത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ ആരും കടന്നു വരാത്തൊരു മേഖലയിലൂടെ സഞ്ചരിച്ചത്. എങ്ങനെയാണ് താങ്കളാണല്ലോ ഇതെല്ലാം കണ്ടെത്തി അവനെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്? അക്ഷതിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് മാഷിന് അറിയാൻ കഴിഞ്ഞത്? അക്ഷരത്ത് എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നിട്ട് 3ാമത്തെ വർഷമാണ്. ആദ്യ വർഷം വന്ന് ജില്ല വരെ പോയി, ജില്ലയിൽ A ഗ്രേഡ് ആയിരുന്നു, സെക്കൻഡ് A ഗ്രേഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് വർഷം വന്നപ്പോൾ അവൻ്റെ ഉള്ളതെല്ലാം ഈ പ്രകൃതി സൗണ്ടുകളാണ് കൂടുതലുള്ളത്. ഈ പട്ടി, പൂച്ച, അങ്ങനെ അത് വെച്ച് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി പാടുണ്ടായിരുന്നു. കാര്യം നമുക്കൊരു വിഷയത്തിലോട്ട് വന്നാൽ ഇതിന് കാണുന്നവർക്കൊരു ആസ്വാദ്യകരമായിട്ട് അവർക്ക് എന്റർടൈൻമെന്റ്, മറ്റത് എല്ലാവരും അനുകരിക്കാനുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് സമയം കിട്ടിയതുള്ളൂ. അപ്പോഴ് അത് നമ്മൾ പിന്നെ ഇരുന്ന് നമ്മളിപ്പോ വണ്ടിയിൽ പോകുമ്പോഴും ഇതിൽ പോകുമ്പോഴും ഇതൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യാന്നുള്ള വിഷയം. പിന്നെ മൊബൈൽ എടുക്കുമ്പോൾ ഒരുപാട് പണ്ടത്താണക്കല്ല ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ആൾക്കാർ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വിഷയം എടുത്ത് അതിനെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ അതിനുശേഷം കൂടുതൽ സൗണ്ടുകൾ പഠിച്ചു. ശബ്ദം, ഈ ആർട്ടിസ്റ്റുകളുടെ ശബ്ദം, കൂടുതൽ അറിവ് രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം, അത് പഠിച്ച് നമ്മൾ അതിലൊരു വിഷയമാക്കി എടുത്ത് അതിലോട്ട് കണക്ട് ചെയ്താണ് കൊണ്ടുവന്നത്. ഈ AI സാങ്കേതിക വിദ്യ അത് ഇവിടെ നിന്ന് എങ്ങനെയാണ് എടുത്തത്? പിന്നെ അത് ഞാൻ പറഞ്ഞു കണക്കാണ്. വാട്സപ്പിൽ എടുക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞ മെറ്റാണ്. നമുക്കെല്ലാം അറിയാതെ ചിലപ്പോൾ കയറി പോണത് ഇതിലോട്ടാണ്. അല്ല, ഇതിന്റെ രസം അറിയാമോ? ഇപ്പൊ പണ്ട് കാലത്തൊക്കെ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് നമ്മൾ നാദസ്വരവും അല്ലെങ്കിൽ കാരണവന്മാർ താലി, ഇത് അങ്ങനെയൊന്നുമല്ല. ചിലപ്പോ അതായിരിക്കും അല്ലെ ഇനിയുള്ള കാലത്ത് അല്ലെ ഡിജിറ്റൽ യുഗം അല്ലേ, അതായിരിക്കും. അറിയില്ല, അതായത് ഇപ്പൊ അല്ല നമ്മളിപ്പോ എന്ത് സെർച്ച് ചെയ്താലും ഇപ്പൊ
വാട്സപ്പിലാണെങ്കിൽ പോലും മറ്റേ സംഭവമുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പറഞ്ഞു ഇന്ന സ്ഥലത്ത് എവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്ത് തിരുവനന്തപുരത്ത് ഇപ്പൊ ഈ പ്രസിന്റെ പേര് തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ എങ്ങനെയാണ് അവനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, അവൻ ആകാനാണ് ആഗ്രഹം എന്ന് മുന്നോട്ടുള്ള താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ? കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പഠിച്ചത് എന്നെ പഠിപ്പിച്ച വെഞ്ഞാറമൂട് സെന്റ് സാറാണ്. സാറ് സ്കൂളിലെ അധ്യാപകനായിരുന്നു. അത് നമ്മൾ പഠിച്ച് സാറ് ഓരോ കാര്യം നമ്മളെപ്പോഴും സാറ് നമ്മളെ പഠിപ്പിച്ചാണ് ഞാനും പുള്ളിയെ ഇവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ശബ്ദാനുകരണം മാത്രമല്ല, നമുക്ക് ഇതൊരു രണ്ടാമത്തതാണ് മിമിക്രി എന്നതാണ്. ഫസ്റ്റ് നമുക്ക് പ്രൊഫഷൻ എന്ന് പറയുന്നത് വേറെ ഈ മേഖലയിൽ തന്നെ ഇഷ്ടം പോലെ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഈ മേഖലയിലൂടെ ഇന്നും എന്താ പറയുക ഒരുപാട് പേരുണ്ട്, ജീവിച്ചു പോണവരുണ്ട്, ഒന്നും എത്തിപ്പെടാത്തവരുണ്ട്, എത്തിപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് നിൽക്കാനായിട്ട് നല്ലൊരു ജോലിയോടൊപ്പം ഇത് കൊണ്ടുപോകണം. മോനും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. എന്താണ് വീട്ടിൽ നിന്ന് അച്ഛൻ അമ്മ ആ ഒരു തീർച്ചയായിട്ടും അങ്ങനെ സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലെ? എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടാണ്. അമ്മ ഓടുന്നതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പം പ്രോഗ്രാംസിലുള്ള അമ്മയാണ് കൂടെ വരാറുള്ളത്. കാര്യം എനിക്ക് തോന്നുന്നു സ്റ്റേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി ബുദ്ധിമുട്ട്, യാത്ര സംബന്ധിച്ചാലും അവിടെ നിൽക്കുന്ന സൗകര്യങ്ങളായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അക്ഷതിന് വേണ്ടിയാണ് അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെ? മാഷൂടെ കൂടെ പോയിരുന്നു, പ്രോഗ്രാമിന് പോയിരുന്നു. ഞാൻ ഇത് അടുത്തുള്ള ദിവസം പോകുള്ളൂ, ജോലി ഉള്ളതുകൊണ്ട് തിരക്കായിരിക്കും, ഞാൻ അങ്ങനെ പോകാറില്ല. അമ്മയാണ് കൂടെ പോകണത്. ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഫസ്റ്റ് മേടിച്ചിരാന്ന് ഞാൻ ഒരിക്കലും ഉറപ്പില്ല. അതാണ് വേണ്ടത്. കാര്യം ഫസ്റ്റ് മേടിച്ചാൽ നമുക്ക് ഉറപ്പ്. പക്ഷെ നമുക്ക് എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അവരെ രസിപ്പിക്കുക. പിന്നെ ഇതിന്റെ പേരിൽ കുറച്ചുകൂടെ വേദികൾ നിനക്ക് ക്ലബിൽ അടുത്തുള്ള സ്ഥലങ്ങളിലെ ക്ലബിലൊക്കെ പരിപാടി ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് മിമിക്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ അക്ഷതിനാണെങ്കിൽ പോലും പ്രൈസിന് ഫസ്റ്റ് കിട്ടണമെന്നോ സെക്കൻഡ് കിട്ടണമെന്നോ തേർഡ് അങ്ങനെ ഒന്നുമില്ല. റിസൾട്ട് വന്നാലും നമ്മളിത് ഏത് റിസൾട്ട് ആണെങ്കിലും അവൻ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന കുട്ടികൾ തന്നെ ഉണ്ട്, സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അംഗീകരിക്കൂല, തേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അംഗീകരിക്കൂല, പരാതി കൊടുക്കണം, അപ്പീൽ കൊടുക്കണം. ഒരുപാട് നമ്മൾ ആ ന്യൂസ് തന്നെ ഒരുപാട് പേര് കാര്യം ഒരു പക്ഷെ അവർ പറയുന്നത് സത്യമായിരിക്കും അല്ലേ? അവര് അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും അല്ല, അത് അങ്ങനെ നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നടക്കാം. കാര്യമൊന്നും ഇതിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും തമ്മിൽ പരിചയം കാണും, പഠിപ്പിക്കുന്നവർക്ക് പരിചയം കാണും, ഇരിക്കുന്ന ജഡ്ജസിന് ചിലപ്പോൾ അറിയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇവര് തിരുവനന്തപുരത്ത് വരുമ്പോഴത്തേക്ക് ഇവരായിരിക്കും മറ്റു ജില്ലയിൽ തമ്മിൽ പരിചയം കാണാം. അത് ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ മാറ്റും? അല്ല, അത് ഒരു കുട്ടി അത്രയും അവരൊരു കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് വേദികളിലൊക്കെ എത്തുമ്പോഴത്തേക്ക് സത്യസന്ധമായ റിസൾട്ടാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലേ? സത്യസന്ധമായിട്ടാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെ മാറ്റം വരുന്നത് എല്ലായിടത്തും ഇങ്ങനെ കാണണമെന്നില്ല. കാര്യം ഈ സ്കൂൾ കലോത്സവത്തിനുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ സബ് ജില്ലയിൽ നിന്ന് ഒരാളെ ജില്ലയിലോട്ട് വിടാൻ പറ്റുള്ളൂ, ജില്ലയിൽ നിന്ന് ഒരാളെ സ്റ്റേറ്റിലോട്ട് വിടാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും പ്രൈസ് കൊടുക്കാനും പറ്റില്ല. അപ്പൊ നമ്മളത് അംഗീകരിക്കണം, പരിധിയുണ്ട്. കാര്യം പ്രൈസ് കൊടുത്ത് ഇപ്പൊ സബ് ജില്ല മുതൽ ജില്ല വരെയാണ് അടി. സബ് ജില്ലയിൽ ഏത് മത്സരം എടുത്താലും അടി, റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ്, അടിയായിരിക്കും. പക്ഷെ സംസ്ഥാന കലോത്സവം നല്ല ഭംഗിയായിട്ട് തീരും. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റും സെക്കൻഡും എല്ലാവർക്കും ഗ്രേഡ് കൊടുക്കും, എ ഗ്രേഡ് ബി ഗ്രേഡ്. വലിയ പരാതികളോ ഒന്നുമില്ല, സമയബന്ധിതമായിട്ട് തീർക്കാൻ പറ്റും. വേറെ ഇല്ല, അത് നമുക്കറിയാം 14 വരെ മത്സരിക്കാൻ കാണും, കൂടിപ്പോയി അപ്പീലായിട്ട് 15-16 വരെ വരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു ടൈമിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും, സംഘടിപ്പിച്ചു. പക്ഷെ സബ് ജില്ലയിൽ നമുക്ക് ഒരാൾ പോകുന്നുള്ളതുകൊണ്ട് എന്നും പ്രശ്നമാണ്. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഏത് പ്രൈസ് കിട്ടിയാലും നമ്മൾ അംഗീകരിക്കും. നമ്മൾ അവര് സത്യസന്ധമായിട്ട് ജഡ്ജ് ചെയ്യുമ്പോൾ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാര്യം ഇപ്പൊ എല്ലാരും എല്ലാരും ഒരുമിപ്പിച്ചുകൊണ്ടുവരാൻ പറ്റൂല, നമുക്ക് അറിയാൻ പറ്റൂല. അവരെ സംഘടിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്കിപ്പം ഇവരെ നമ്പറുകൾ നമുക്ക് വേറെ വിജിലൻസിൽ കൊടുക്കുക, അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ ജഡ്ജസിന്റെ. ബാക്കി അവരാണ് തീരുമാനിക്കുന്നത്. സബ് ജില്ലയാണ് ഏറ്റവും കൂടുതൽ അപ്പീൽ പോകുന്ന അവിടെയാണ്. അപ്പൊ അതിലാണ് ഞാൻ പറഞ്ഞത് ഇവര് വ്യത്യസ്തമായിട്ട്. അമ്മയാണെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇത്രയും വിഷയം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുറന്നു പറഞ്ഞെങ്കിൽ രക്ഷകർത്താവും പഠിപ്പിക്കുന്ന അധ്യാപകരും, പേരൻസും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും അതിൽ ചെറിയൊരു പങ്കുണ്ട്. കാര്യം ഞാൻ പഠിച്ചത് മാത്രമാണ് നല്ലത്, ഞാൻ പഠിപ്പിച്ച മറ്റുള്ള കുട്ടികൾ അത് നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. കാര്യം മറ്റുള്ളവരോട് അംഗീകരിക്കാൻ കാണിക്കുന്ന മറ്റുള്ള അംഗീകരിക്കണം, അത് കാണിക്കണമല്ലോ. അപ്പൊ നമ്മൾ രക്ഷകർത്താവും ഈ പഠിപ്പിക്കുന്നവരും കൂടെ ഒരുവിധം കുട്ടികളെ സമാധാനിപ്പിച്ചെങ്കിൽ അടിയെല്ലാം ഒരുവിധം ഒഴിവാകും. എന്റെ മകൾ മുന്നേ എത്താൻ അല്ല, ഇതെല്ലാം നമ്മളിപ്പോ സ്കൂൾ വഴിയാണ് പോകുന്നത്. സ്കൂളിലെ അധ്യാപകർ വഴിയെ പരാതി പോകാം. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് നമ്മൾ പോകുന്നത്. വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്കൂളിനെ അല്ലെങ്കിൽ കോളേജുകളെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത്. അപ്പൊ സ്കൂളിലെ അധ്യാപകർക്ക് ഇതിലൊരു പങ്ക് വേണം. കാര്യം ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞ് എന്റെ സ്റ്റുഡന്റിനെ കൊണ്ടുപോകണമെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പോയി വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കും. അതിലൊരു തീർപ്പാകുമ്പോൾ സ്കൂൾ വഴി പോകണം. ഞാൻ പഠിപ്പിക്കണ എന്നെ അതിൻ്റെ അകത്തോട്ട് കയറ്റാൻ കാര്യമില്ല.
ഇവന്റെ രക്ഷകർത്താവിനെയും വേദിക്ക് അടുത്തോട്ട് കയറ്റേണ്ട കാര്യമില്ല. സ്കൂളിൽ ഉത്തരവാദിത്തം കുട്ടികൾ അധ്യാപകർ പറഞ്ഞാൽ കേൾക്കണം. ബഹളം വയ്ക്കാൻ പാടില്ല. സ്റ്റേജിന്റെ അകത്ത് കയറി പരിപാടികൾ അലങ്കോലപ്പെടുത്തി പ്രതിഷേധിക്കേണ്ട കാര്യമില്ല. അതൊക്കെ നടന്നു പോകണമെങ്കിൽ ഇതെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കി ഇന്നലെ പോകാൻ പറ്റും. കാര്യം ഇത് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാര്യം 18 വയസ്സുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ ചോര അടച്ചിരിക്കുന്ന കുട്ടികളാണ്. പിടിച്ചാൽ കിട്ടില്ല. അതപ്പോ നമ്മൾ എണ്ണ വീത്തി കൊടുക്കണം. ഇവരിങ്ങനെ വിഷമിച്ച ഇതിൽ നിൽക്കുമ്പോ പഠിപ്പിക്കണം. ഞാനും രക്ഷകർത്താവും പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്കായിരുന്നു വെറുതെ ഇരിക്കും. അല്ല ഇത് അവരെ കൊണ്ടല്ലോ ഞാൻ ഇതുവരെ നിന്റെ അടുത്ത് പറഞ്ഞില്ല. നമ്മൾ അങ്ങനെയല്ല. അല്ല എനിക്ക് തോന്നുന്നു 100-ൽ ഒരാളെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ തോന്നുന്നു. അതങ്ങനെ ചിന്തിച്ച് ഇനിയുള്ള തലമുറയിൽ ഞാനിപ്പം ഇവനെ പഠിപ്പിച്ചു വിട്ടു. ഇവൻ പഠിച്ചിട്ടുണ്ട്. ഇവൻ 3 കൊല്ലം കഴിയുമ്പോൾ ഇവൻ ഒരു അധ്യാപകനെ പഠിപ്പിക്കും. അപ്പൊ ഈ അധ്യാപകരുടെ എണ്ണം കൂടിക്കൊണ്ടുവരും. അപ്പൊ അവരെ എല്ലാ സ്റ്റുഡന്റിനും ഫസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഒരാൾക്കേ പോകാനും പറ്റും. പിന്നെ ഇതിലെന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഈ ജഡ്ജസ് ഇരിക്കണം. അത് നമുക്ക് അറിയാൻ പറ്റൂല. അത് അവർ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അവരെന്തെന്ന് വെച്ചാൽ ചെയ്യണം. പക്ഷേ കുട്ടികളുടെ ഭാഗത്തു നിന്ന് വരണേൽ നമ്മൾ അധ്യാപകർ, സ്കൂളിനെ പ്രതിനിധിച്ച് പോകുന്നവർ, ഒരു സ്റ്റാഫ് അഡ്വൈസറോ അധ്യാപകർക്കോ മുഖ്യ പങ്ക് വേണം. എല്ലാം കൺട്രോൾ സ്കൂളിനെ പ്രതിനിധിച്ചാണ് അവർ പോകുന്നത്. കുട്ടി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോഴായിരിക്കും വിദ്യാർത്ഥി, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോഴായിരിക്കും വിദ്യാർത്ഥി ആയിരിക്കും. അപ്പൊ സ്കൂളിനെ കോളേജിനെ പ്രതിനിധിച്ചാണ് പോകുന്നത്. അപ്പൊ സ്കൂളിലൊരു അധ്യാപകനോ സ്റ്റാഫ് അഡ്വൈസറോ ഏതെങ്കിലും ഒരാൾക്ക് ഇതിന്റെ ചുമതല കൊടുക്കുക, അവനെ സ്റ്റേജിൽ കയറ്റുക, അവന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കും. തീർച്ചയായിട്ടും ഈ ഒരു ഗുരുനാഥന്റെ വാക്കുകൾ എനിക്ക് തോന്നുന്നു വളരെ വിലപ്പെട്ടതാണ്. ഇത് എല്ലാവരും, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. കാര്യം എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണും, അവരുടെ മക്കളാണ് വലുത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയല്ല. എല്ലാ കുട്ടികളും ഒരേപോലെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ശ്രീ നിതിൻ മാഷ്. തീർച്ചയായിട്ടും അഷിത്, ഒരുപാട് സന്തോഷമുണ്ട്. രണ്ടുപേരെയും കണ്ടിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾ മോൻ്റെ പ്രോഗ്രാം എടുക്കുന്ന ഒത്തിരി ദിവസമായിട്ട് ഞാനത് ആലോചിക്കുകയാണ്. കുറച്ച് എൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാണ് എത്തിപ്പെടാൻ ലേറ്റായത്. എന്തായാലും പക്ഷേ ഒരുപാട് സന്തോഷം കണ്ടതിൽ തീർച്ചയായിട്ടും.